ഇവിടെയാണ് ഇപ്പോൾ പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയുടെ ഭൗതികദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. സിറിയയിലെ ആഭ്യന്തര കലാപത്തിനിടെ ഒട്ടേറെ കേടുപാടുകൾ പറ്റി ഈ ദേവാലയത്തിനും ഇതിന്റെ പരിസര പ്രദേശങ്ങൾക്കും. പിന്നീട് പുനർനിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ബാവയുടെ ദേഹവിയോഗം ഉണ്ടായിരിക്കുന്നത്. സംഘർഷങ്ങൾ മൂലം ഇങ്ങോട്ടേക്ക് ഭൗതികദേഹം എത്തിക്കാൻ കഴിയുമോ എന്ന സംശയമുണ്ടായിരുന്നെങ്കിലും പരിശുദ്ധ ബാവയുടെ അന്ത്യാഭിലാഷം സാധിക്കുന്നതിനായി സഭ ഇടപെട്ട് സിറിയൻ സർക്കാരുമായി ഉണ്ടാക്കിയ കരാർ അനുസരിച്ചാണ് ഭൗതികദേഹം ഇവിടെ എത്തിച്ചത്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടെയാണ് ഇവിടെ പൊതുദർശനത്തിനുള്ള സൗകര്യമൊരുക്കിയിരിക്കുന്നത്. എങ്കിലും വിശ്വാസികൾ ധാരാളമായി ബാവയെ കാണുന്നതിനായി ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ഇവിടുത്തെ പൊതുദർശനത്തിനും പ്രാർത്ഥനകൾക്കും ശേഷമാണ് സംസ്കാരം നടക്കുന്ന മാറഫ്ലേം സെമിനാരിയിലേക്ക് ഭൗതികദേഹം കൊണ്ടുപോവുക. ദമാസ്കസിലെ ക്യാമറാമാൻ ടി സുമേഷിനൊപ്പം സിറിയയിലെ ആഭ്യന്തര കലാപം മൂലം ശക്തമായ സുരക്ഷാ അകമ്പടിയോടെയാണ് പാത്രിയാർക്കീസ് ബാവയുടെ ഭൌതിക ശരീരം ലബനനിൽ നിന്ന് സിറിയയിലേക്ക് കൊണ്ടുപോയത്. സിറിയയിലെ ക്രൈസ്തവർ സർക്കാരിനെ അനുകൂലിക്കുന്നു എന്നതിനാൽ ക്രിസ്ത്യാനികൾ വിമതരുടെ ശത്രുക്കളാണ്. ഏതു സമയവും ആക്രമണം ഉണ്ടാവുമെന്ന മുന്നറിയിപ്പിനിടെയായിരുന്നു വിലാപയാത്ര. വിലാപയാത്രയ്ക്കൊപ്പം ലബനനിൽ നിന്ന് സിറിയയിലെ ദമാസ്കസ് വരെ സഞ്ചരിച്ച മനോരമ ന്യൂസ് സംഘത്തിന്റെ റിപ്പോർട്ട്. പ്രാദേശിക സമയം ഉച്ചതിരിഞ്ഞ് 4 മണിയോടെ വിലാപയാത്ര ബെയ്റൂട്ടിൽ അഷ്റഫ സെന്റ് എഫ്രേം പള്ളിയിൽ നിന്ന് പുറപ്പെട്ടു. സുരക്ഷാ പ്രശ്നങ്ങൾ മൂലം വളരെ കുറച്ച് മെത്രാപ്പൊലീത്തമാരും കന്യാസ്ത്രീകളും അൽമായരും അടങ്ങുന്ന സംഘമാണ് ഭൌതിക ശരീരം വഹിച്ച വാഹനത്തെ അനുഗമിച്ചത്. മലയാളിയായ കമാൻഡർ ഉദുപ് വർഗീസിനൊപ്പം ഞങ്ങളും സിറിയയിലേക്ക് തിരിച്ചു. ഇത് ഞങ്ങളുടെ ഡ്രൈവർ ആൻഡി. 4 വർഷമായി ആൻഡി സിറിയയിലേക്ക് പോയിട്ട് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാം. Why you are not going to Syria? How long? 4 years ago. 4 years ago. When the war started, I stopped going to Syria. I stopped. You're scared? Yeah, I'm scared. വാഹനവ്യൂഹം 2 മണിക്കൂർ കൊണ്ട് ലെബനൻ അതിർത്തിയിലെത്തി. സുരക്ഷാ പരിശോധന. എല്ലാവർക്കും ലെബനനിൽ നിന്നുള്ള എക്സിറ്റ് വിസ. വാഹനം ലെബനൻ അതിർത്തി വിട്ട് സിറിയയിലേക്ക് കടന്നിരിക്കുന്നു. വാർത്തകളിൽ മാത്രം കണ്ടിട്ടുള്ള സംഘർഷഭൂമിയായ സിറിയയിലൂടെ ഒരു യാത്ര. അരമണിക്കൂർ കൊണ്ട് സിറിയൻ മന്ത്രാലയത്തിൽ പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ പ്രതിനിധികൾ വിലാപയാത്രയെ സ്വീകരിച്ചു. ഇതാണ് അൽ ജദ. ഇവിടെ നിന്നാണ് സിറിയൻ രാഷ്ട്രം തുടങ്ങുന്നത്. അകത്തു നടക്കുന്ന സംഘർഷങ്ങൾ മൂലം പുറത്തുനിന്ന് വരുന്ന ഓരോ ആളുകളെയും സംശയത്തോടെയാണ് സിറിയൻ പട്ടാളം വീക്ഷിക്കുന്നത്. ഇനിയുള്ള യാത്രയിൽ പരിശോധനകൾ കൂടുമെന്ന് വിവരം കിട്ടി. മലയാളിയായ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രോപൊലിത്ത ഞങ്ങളുടെ വാഹനത്തിൽ കയറി. ഇതോടെ യാത്ര എളുപ്പമായി. പക്ഷേ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുടെയൊന്നും ദൃശ്യങ്ങൾ പകർത്തരുതെന്ന് പട്ടാളം കർശന നിർദ്ദേശം നൽകി. വീണ്ടും 1 മണിക്കൂർ യാത്ര. ചരിത്രപ്രസിദ്ധമായ ദമാസ്കസ് നഗരം. വെടിയൊച്ചകളും ബോംബ് സ്ഫോടനങ്ങളും പതിവായ നഗരത്തിൽ പക്ഷേ ജനത്തിരക്കുണ്ട്. നഗരത്തിരക്കുകളിലൂടെ ഞങ്ങൾ ബാക്തൂമയിലെത്തി. വാഹനം അകത്തേക്ക് വിടില്ലെന്ന് പട്ടാള ഉദ്യോഗസ്ഥൻ. 2 ആഴ്ച മുൻപ് ബാക്തൂമയിലുണ്ടായ ചാവേർ ബോംബ് സ്ഫോടനത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു. പാത്രിയാർക്കീസ് ബാവയുടെ സംസ്കാര ചടങ്ങിനായി എത്തിയതാണെന്ന് മനസ്സിലായതോടെ സായുധ പട്ടാളത്തിന്റെ അകമ്പടിയോടെ ഞങ്ങൾ പാത്രിയാർക്ക കത്തീഡ്രലിൽ. ക്യാമറാമാൻ ടി സുമേഷിനൊപ്പം നിഷ ജബി, മനോരമ ന്യൂസ്, ദമാസ്കസ്. എം ശ്രീനിവാസ്.